TutorVaultന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനലിലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ അതിൽ സബ്സ്ക്രൈബർ കൗണ്ട് കുറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടായിരിക്കും നിങ്ങളുടെ ചാനലിലെ സബ്സ്ക്രൈബർ കൗണ്ട് വളരെ പെട്ടെന്ന് കുറയാനുണ്ടായ സാഹചര്യം എന്തുകൊണ്ടാണെന്നും അതിന് 100% ആ പ്രോബ്ലത്തിൻ്റെ ഒരു സൊല്യൂഷനാണ് ഞാനിന്നിവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾ 1-2 ദിവസങ്ങളായിട്ട് അനുഭവിക്കുന്ന ഒരു പ്രശ്നമായിരിക്കും നിങ്ങളുടെ ചാനലിലെ സബ് കൗണ്ട് വളരെ കുറയുന്നു എന്നുള്ള കാര്യം. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും നിങ്ങളുടെ ചാനലിലെ സബ് കൗണ്ട് ഇങ്ങനെ കുറയുന്നതും അല്ലെങ്കിൽ എങ്ങനെ നമുക്കിത് ഓവർകം ചെയ്യാം എന്നുള്ള ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യമാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. എന്തുകൊണ്ടായിരിക്കും നിങ്ങളുടെ ചാനലിലെ സബ് കൗണ്ട് കുറയുക? ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെന്നറിയാം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട അവസാനം വരെ കാണണം. മാത്രമല്ല ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. യൂട്യൂബിൽ ഒരു യൂട്യൂബ് ചാനൽ ഉള്ള എല്ലാ യൂട്യൂബേഴ്സും വളരെ കുറച്ച് ദിവസങ്ങളായിട്ട് അനുഭവിക്കുന്ന ഒരു പ്രോബ്ലമാണ് ദിവസം ചെല്ലുന്തോറും അവരുടെ സബ് കൗണ്ട് ഡിക്രീസ് ചെയ്തു വരുന്നു എന്ന് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു 6000 സബ് കൗണ്ടുള്ള ഒരു യൂട്യൂബർ എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കുകയുണ്ടായി. ഒരു ദിവസങ്ങളുടെ ആളുടെ യൂട്യൂബ് ചാനലിൽ നിന്നും 1000 സബ്സ്ക്രൈബർ കൗണ്ട് കുറയാൻ ഇടയുണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ആലോചിച്ചു, 1000 സബ്ബോ ഒരു 100-200 അല്ലെങ്കിൽ 50 ഒക്കെ നമുക്ക് പറ്റും, അല്ലെങ്കിൽ ഒരു 100-150 ഒക്കെ നമുക്കിങ്ങനെ കുറയുന്നത് ഒത്തിരി ആളുകൾ എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു. അപ്പോൾ അത് എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ഇഷ്യൂ കൊണ്ടാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഒരു യൂട്യൂബറിൻ്റെ സബ്സ്ക്രൈബർ കൗണ്ടിൽ നിന്നും 1000 സബ്സ്ക്രൈബർ കൗണ്ട് കുറയാൻ ഇടയായി എന്ന് പറഞ്ഞ് എനിക്ക് അതിൻ്റെ ഒരു പ്രൂഫ് അടക്കം അയാൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു. അപ്പോൾ ഞാനത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് യൂട്യൂബിൻ്റെ സൈഡിൽ നിന്നും നമുക്ക് അവരുടെ ടെക്നിക്കൽ എഞ്ചിനീയേഴ്സായിട്ട് നമുക്ക് ഓൺലൈൻ ചാറ്റ് ചെയ്തോ അല്ലെങ്കിൽ മെയിൽ ചെയ്തോ നമ്മുടെ ഈ സൊല്യൂഷൻസ്, അതായത് നമ്മുടെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻസ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഈ 2-3 ദിവസമായിട്ട് എല്ലാ യൂട്യൂബേഴ്സും വളരെ കഷ്ടപ്പെട്ട് അനുഭവിക്കുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, അത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്നത് ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനാണ്. കാരണം ഒരു 500-1000 സബ്ബൊക്കെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നവരും അല്ലെങ്കിൽ ഒരു 2-3 വർഷം കണ്ട് മോണിറ്റൈസേഷൻ കിട്ടി ഇപ്പോഴും ഒരു 2000-3000 സബ്ബിലൊക്കെ നിൽക്കുന്നവർ, അവർ ഓരോ ദിവസം അവർക്ക് എത്ര സബ് കൗണ്ട് കൂടുന്നുണ്ട് എന്ന് അവർ ഡെയിലി ചെക്ക് ചെയ്യുന്നവരായിരിക്കും. പക്ഷേ ഇത് അഫക്റ്റ് ചെയ്യില്ലാത്ത അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു ബോധറിങ് ചെയ്യില്ലാത്തതെന്ന് പറയുന്നത് ലക്ഷങ്ങളും അല്ലെങ്കിൽ ഒരു 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം ഒക്കെ സബ് കൗണ്ടുള്ള യൂട്യൂബേഴ്സ് ഒരിക്കലും ഇത് മൈൻഡ് ചെയ്യില്ല. കാരണം അവർക്കിപ്പോൾ ഒരു 500-1000 സബ്ബ് കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് അറിയാൻ പോകുന്നൊന്നുമില്ല, വീണ്ടും അവർക്ക് കൂടിക്കൊണ്ടിരിക്കും. എന്നാൽ ഈ ഒരു ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് പെട്ടെന്ന് തന്നെ അവരുടെ ചാനലിൽ സബ് കൗണ്ട് ഡിക്രീസ് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ അവർക്കൊരു ടെൻഷൻ ഉണ്ടാകും. കാരണം വളരെ കഷ്ടപ്പെട്ടായിരിക്കും ഒരു 1000 സബ്ബൊക്കെ ഉണ്ടാക്കുകയും ആ 1000 സബ് ഉണ്ടാക്കിയിട്ടായിരിക്കും മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കിയിരിക്കുന്നതൊക്കെ. അപ്പോൾ അന്നേരം പെട്ടെന്ന് ഒരു ദിവസം ഒരു 100-200 500 അല്ലെങ്കിൽ 600 സബ് കൗണ്ടൊക്കെ ചാനലിൽ നിന്ന് ഡിക്രീസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാകും അല്ലെങ്കിൽ വളരെ ടെൻഷൻ ഉണ്ടാകും. അപ്പോൾ ഇത് എന്തുകൊണ്ട് എങ്ങനെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങി. ഇപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ ദിവസം എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ച ആളുടെ വാട്സപ്പ് ചാനലിൻ്റെ ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആൾ 4 വർഷം മുമ്പ് തുടങ്ങിയ ഒരു ചാനലായിരുന്നു. 4 വർഷം മുമ്പ് തുടങ്ങിയ ചാനൽ ആദ്യമൊക്കെ അയാൾ സബ് ടു സബ് എന്ന് പറയുന്ന, അതായത് ഒരാളെ കൊണ്ട് സബ് ചെയ്യിക്കും, മറ്റൊരാളെ കൊണ്ട് സബ് ചെയ്യിക്കും, അങ്ങനെ ഒരു കുറച്ച് നാളുകളും മോണിറ്റൈസേഷൻ കിട്ടുന്നത് വരെ ആളങ്ങനെ ചെയ്തു എന്നാണ് പറയുന്നത്. അത് 4 വർഷം മുമ്പുള്ള ചാനലായിരുന്നു. അപ്പോൾ 4 വർഷം മുമ്പ് അന്ന് ചെയ്ത കുറേ ജിമെയിൽ അക്കൗണ്ട്, അതായത് അന്ന് ചെയ്ത സബിൻ്റെ യൂട്യൂബ്, അതായത് അന്ന് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ സബ് ചെയ്ത എല്ലാ അക്കൗണ്ടും ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞപ്പോൾ അത് ഗൂഗിൾ റിമൂവ് ചെയ്തു. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു 2 ആഴ്ച മുമ്പ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിരവധി ആളുകൾ അത് കാണുകയും വളരെ നല്ലൊരു അഭിപ്രായങ്ങളും കമൻറ്റുകളും ലൈക്കൊക്കെ കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു. അതായത് നമ്മുടെ ഇന്നാക്റ്റീവ് ആയിട്ടുള്ള ജിമെയിൽ അക്കൗണ്ട് ഈ വരുന്ന ആഗസ്റ്റ്, അതായത് ഇപ്പോൾ കഴിഞ്ഞു പോയാണ്, ആഗസ്റ്റിലിട്ട വീഡിയോ ആയിരുന്നു. ആഗസ്റ്റിന് ലാസ്റ്റോടെ തന്നെ ഇന്നാക്റ്റീവ് ആയിട്ടുള്ള ജിമെയിൽ അക്കൗണ്ട് എല്ലാം ഗൂഗിൾ റിമൂവ് ചെയ്യും എന്ന് പറഞ്ഞ് ഞാനൊരു അടിപൊളി കണ്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിരവധി ആളുകൾ അത് കാണുകയും അവരപ്പോൾ തന്നെ ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ, അതായത് ഇന്നാക്റ്റീവ് ആയിട്ടുള്ള ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിച്ച് അവർ യൂസ് ചെയ്യുകയും അങ്ങനെ യൂസ് ചെയ്യാണ്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അക്കൗണ്ട് റിമൂവ് ചെയ്യും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട യൂട്യൂബ്, നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ കണക്ട് ചെയ്തിരിക്കുന്ന പ്ലേ സ്റ്റോറായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന സംഭവങ്ങൾ, അതുപോലെ നമ്മളെ ഒരു ഗെയിമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ എല്ലാത്തിൻ്റെ നമ്മുടെ ലോക്കൽ പ്രൊഫൈൽ നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ അതായത് ഒരു ജിമെയിൽ അക്കൗണ്ട് ഇന്നാക്റ്റീവായിട്ട് നമ്മൾ ഉപയോഗിക്കാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് ജിമെയിൽ റിമൂവ് ചെയ്യും എന്നുള്ളൊരു കണ്ടൻറ്റാണ് ഞാൻ ഇട്ടത്. ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്, നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ സബ് കൗണ്ട് ഡിക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും വ്യൂവേഴ്സിൻ്റെ ജിമെയിൽ അക്കൗണ്ട് ഇന്നാക്റ്റീവ് ആണെങ്കിൽ, അത് ജിമെയിൽ അക്കൗണ്ട് ഇന്നാക്റ്റീവ് എന്ന് പറയുന്നത് അവർ ആ ജിമെയിൽ അക്കൗണ്ട് ഒന്നിനും ഉപയോഗിക്കാണ്ട് അല്ലെങ്കിൽ ഒന്ന് ഓപ്പൺ പോലും ചെയ്യാണ്ട് ഇട്ടേക്കുവാണെങ്കിൽ അത് റിമൂവ് ചെയ്യപ്പെടും. അതായത് ഗൂഗിൾ ഈ ഇന്നാക്റ്റീവ് ആയിട്ടുള്ള
ജിമെയിൽ അക്കൗണ്ടുകളെല്ലാം റിമൂവ് ചെയ്യുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിലെ സബ്ബുകൾ ഇതെല്ലാം ഡിക്രീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അതാണ്. ജിമെയിൽ ഇന്നാക്റ്റീവ് ആണെങ്കിൽ ഗൂഗിൾ അത് റിമൂവ് ചെയ്യപ്പെടും. അല്ലെങ്കിൽ ആ ഇന്നാക്റ്റീവ് ആയിട്ടുള്ള ജിമെയിൽ അക്കൗണ്ട് എങ്ങനെയും നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ, അതായത് റിമൂവ് ആയി പോയി കഴിഞ്ഞാലോ ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാലോ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ സബ്ബും കുറയും. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഒരു ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് നിങ്ങളുടെ ഫ്രണ്ട്സിനോട്, അതായത് ഒരു ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സബ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു 100-നും 200-നും ഇടയ്ക്കൊക്കെയുള്ള തുടക്കക്കാരായിട്ടുള്ള ബിഗിനേഴ്സ് എല്ലാവരും അവരുടെ വീഡിയോ മറ്റൊരു യൂട്യൂബറിന് അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് അവരെ കൊണ്ട് സബ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതായത് ഒരു 3 മിനിറ്റ് 5 മിനിറ്റ് വീഡിയോ കണ്ടതിന് ശേഷം സബ് ചെയ്യും, ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും. എന്നിട്ട് മറ്റൊരു വീഡിയോ അയാൾക്ക് അയച്ചു കൊടുക്കും. അതായത് ഇതെൻ്റെ വീഡിയോ ആണ്, ഇത് കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സപ്പിലൂടെ അയച്ചു കൊടുക്കുന്നതും ഇതെല്ലാം ഗൂഗിളിൻ്റെ അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ അൽഗോരിതത്തിൽ ഇതൊക്കെ ഫൈൻഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ അങ്ങനെ അയച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു കൊടുക്കുക. അതായത് ഒരിക്കലും നിങ്ങളുടെ യൂട്യൂബിൻ്റെ വീഡിയോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കോ നിങ്ങൾ വാട്സപ്പിൽ മുഖേന നിങ്ങൾ ഷെയർ ചെയ്യരുത്. നിങ്ങൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ അയച്ചു കൊടുക്കുക. ഇന്ന വീഡിയോ ഇത് കാണുക, എന്നിട്ട് അയാളുടെ നിന്ന് മേടിക്കുക, ഇന്ന വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. പിന്നെ ഒരു ടൈമിംഗ് പീരീഡ്, അതായത് ഇപ്പോൾ നിങ്ങളുടെ വീഡിയോ ഒരാൾക്ക് നിങ്ങൾ അയച്ചു കൊടുത്തു, അയാളത് കണ്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തു, അപ്പോൾ തന്നെ നിങ്ങളുടെ വീഡിയോ കാണാനായിട്ട് അല്ലെങ്കിൽ അയാളുടെ വീഡിയോ കാണാനായിട്ട് നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങളത് കണ്ടു, ലൈക്ക് ചെയ്തു, സബ്സ്ക്രൈബ് ചെയ്തു, അപ്പം തന്നെ യൂട്യൂബിന് മനസ്സിലാവും ഇത് സ്പാമാണ്. അപ്പം തന്നെ നിങ്ങളുടെ സബ് എടുത്ത് കളയും. നിങ്ങൾ ചെയ്ത് സബും ലൈക്കും കമൻറ്റൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സബ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരിക്കലും യൂട്യൂബിൻ്റെ വീഡിയോ, അതായത് നിങ്ങളുടെ ചാനലിലെ വീഡിയോ നിങ്ങൾ അതുപോലെ തന്നെ ഷെയർ ചെയ്യാണ്ടിരിക്കുക. ഷെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ആളത് കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം പിറ്റേ ദിവസം ആളോട് പറയണം, ആളുടെ വീഡിയോ എനിക്ക് അയച്ചു തരണം, അത് ഞാൻ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, വീഡിയോ വാച്ച് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാമെന്നും പറയണം. ഒരു ദിവസം കൊണ്ട് നിങ്ങൾ അത് ചെയ്യാണ്ടിരിക്കുക. പിന്നെ ഒന്നിൽ കൂടുതൽ സബ് ഒരേ ടൈമിൽ ചെയ്യാണ്ടിരിക്കുക. ചെയ്തു നിങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഏത് വീഡിയോ ആണോ കാണേണ്ടത് അല്ലെങ്കിൽ ഏത് വീഡിയോ ആണോ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ വാട്സപ്പിലൂടെ ഷെയർ ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിന് നമുക്കത് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ അൽഗോരിതത്തിന് അത് ഫൈൻഡ് ചെയ്യാൻ സാധിക്കില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സബ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നമ്മൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള എല്ലാ യൂട്യൂബേഴ്സിനെയും ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി പെയ്ഡ് സബ് നമ്മൾ ചെയ്യുന്നുണ്ട്. പെയ്ഡ് സബ് എന്ന് പറയുന്നത് ഒരിക്കലും പോവില്ലാത്ത, അതായത് വാട്സപ്പ് കൂട്ടായ്മയുണ്ട് അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അതിൽ മെമ്പേഴ്സിനൊക്കെ നമ്മളൊരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അവരെ കൊണ്ട് നമ്മൾ റിയൽ സബ് ചെയ്യിപ്പിക്കുന്നതാണ്. അതൊരിക്കലും നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് പോവില്ല. അത് 100% നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഉണ്ടാകും. ആക്റ്റീവായിട്ടുള്ള ജിമെയിൽ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സബ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നിട്ട് അഡ്മിനുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സബ് കൗണ്ട്, അതായത് നിങ്ങൾക്ക് എത്ര സബ് വേണമെങ്കിലും ചെയ്തു കൊടുക്കുന്ന രീതിയിലുള്ള വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ജോയിൻ ചെയ്തിട്ട് നമ്മളോട് ചോദിക്കാവുന്നതാണ്. സബ് ഉണ്ട്, വ്യൂസ് ഉണ്ട്, ലൈക്ക് ഉണ്ട്, അതുപോലെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്, പെയ്ഡ് പ്രൊമോഷൻസ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് മാർക്കറ്റിംഗ് കാര്യങ്ങളുമായിട്ട് എല്ലാം ബന്ധപ്പെട്ട കാര്യങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ 2 അഡ്മിനുണ്ട്. അഡ്മിനോട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ അകത്ത് നിങ്ങൾ സബ്സ്ക്രൈബർ കൗണ്ട് കുറയുന്നുണ്ട് എന്ന് എനിക്ക് കുറേ ആളുകൾ മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാൻ യൂട്യൂബിൻ്റെ തന്നെ ടെക്നിക്കൽ എഞ്ചിനീയേഴ്സായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ആർക്ക് വേണമെങ്കിലും അവരുമായിട്ട് സംസാരിക്കാം. ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നു, എന്നോട് കുറേ പേര് ചോദിച്ചു എങ്ങനെയാണ് ഈ ടെക്നിക്കൽ എഞ്ചിനീയേഴ്സായിട്ട് സംസാരിക്കുക എന്ന് പറയുന്നത്. അതായത് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ എടുത്തു കഴിഞ്ഞാൽ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമുക്ക് ഏറ്റവും അവസാനം കോപ്പിറൈറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് താഴെയായിട്ട് നമുക്ക് ചാറ്റ് സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് യൂട്യൂബിൻ്റെ ടെക്നിക്കൽ എഞ്ചിനീയേഴ്സായിട്ട് നമ്മുടെ സംശയങ്ങളും ഡൗട്ടുകളും അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പ്രോബ്ലംസ് എല്ലാം നമുക്ക് അവരോട് ലൈവായിട്ട് നമുക്ക് അവരോട് ചാറ്റ് ചെയ്ത് നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ എങ്ങനെയാണ് എൻ്റെ യൂട്യൂബ് ചാനലിലെ ഓരോ ഐഡിയാസ് കിട്ടുന്നത് അല്ലെങ്കിൽ മറ്റ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇഷ്യൂസൊക്കെ എങ്ങനെ സോൾവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ലാത്ത കാര്യമാണെങ്കിൽ ചാറ്റ് സപ്പോർട്ടിൽ പോകും. എന്നിട്ട് അവരുടെ ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവർ ചോദിക്കുന്ന എക്സ്പ്ലനേഷനൊക്കെ നമ്മൾ ഡീറ്റെയിൽ പറഞ്ഞു കൊടുത്ത് അതെങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ള സൊല്യൂഷൻ അവർ തന്നെ നമുക്ക് ചെയ്തു തരും. അപ്പോൾ ഞാൻ ഈ നമ്മുടെ യൂട്യൂബ് സബ്സ്ക്രൈബർ കൗണ്ട് കുറയുന്നതിൻ്റെ ഡീറ്റെയിൽ ഞാൻ അവരുമായിട്ട് ചാറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് യൂട്യൂബിൻ്റെ സൈഡിൽ നിന്നും കുറേ എററുകൾ എല്ലാവർക്കും വരുന്നുണ്ട്. യൂട്യൂബ് സ്റ്റുഡിയോയിലെ വ്യൂ കൗണ്ട് കാണിക്കുന്നില്ല, അല്ലെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഒരു 1000 സബ് കുറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ ആ സബ്സ്ക്രൈബർ കൗണ്ട് അതുപോലെ തന്നെ കാണിക്കുന്നു. ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ കുറേ ആളുകൾക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്. എനിക്ക് നിരന്തരം വാട്സപ്പിൽ നമ്മുടെ ഗ്രൂപ്പിലും പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. അവർക്ക് തലേന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ, അതായത് ഇന്നിപ്പോൾ നൈറ്റ് ഞാൻ നോക്കുമ്പോൾ എനിക്ക് 800 സബ് ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം നോക്കുമ്പോൾ 350 സബ് ഉള്ളൂ. എന്നാൽ ആ സബ് യൂട്യൂബ് സ്റ്റുഡിയോയിൽ കാണുന്നില്ല, പക്ഷേ എൻ്റെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് സബ് കാണുന്നുണ്ട്. ഇതൊക്കെ
എല്ലാവർക്കും വരുന്ന ചെറിയ ചെറിയ പ്രോബ്ലംസ് ആണ്. ഈ ഒരു സബ്സ്ക്രൈബർ കൗണ്ട് നിങ്ങളുടെ നിന്ന് പോകില്ല. കാരണം യൂട്യൂബിൻ്റെ ടെക്നിക്കൽ ടീം പറയുന്നത് യൂട്യൂബിൻ്റെ സൈഡിൽ നിന്നും ഒരു ഹ്യൂജ് അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് യൂട്യൂബ് നല്ല രീതിയിൽ ഒരു അപ്ഡേഷൻ ടൈമിലാണിപ്പോൾ. അത് യൂട്യൂബിൻ്റെ ഓരോ ടെക്നിക്കലായിട്ടുള്ള സംഭവങ്ങളും അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ അപ്ഡേഷൻ്റെ സമയത്ത് ചെറിയ ചെറിയ എററുകളൊക്കെ ഇങ്ങനെ വരാം. എറർ എന്ന് ഉദ്ദേശിക്കുന്ന ബഗ്സ് ആണ്. ഇതിങ്ങനെ വരാം. പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ യൂട്യൂബ് ചാനലിലെ സബ് അതുപോലെ തന്നെ ഉണ്ടാകും. എന്തെങ്കിലും ടെക്നിക്കൽ എറർ മുഖേന വന്ന ഇഷ്യൂസൊക്കെ ആണെങ്കിൽ, അതായത് യൂട്യൂബ് സ്റ്റുഡിയോയിൽ സബ് കൗണ്ട് കാണിക്കുന്നില്ല, എന്നാൽ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ കാണിക്കുന്നുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് ടെക്നിക്കൽ എഞ്ചിനീയേഴ്സായിട്ട് ചോദിക്കാവുന്നതാണ്. അവർ അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കൽ എഞ്ചിനീയേഴ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്ന കാര്യം എന്ന് പറയുന്നത് യൂട്യൂബിൻ്റെ സൈഡിൽ നിന്നും അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അപ്ഡേഷൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ വരും. അപ്പോൾ നിങ്ങളുടെ സബ് കൗണ്ടിന് ഇഷ്യൂ ഒന്നും വരില്ല. അപ്പോൾ ഈ ടെക്നിക്കൽ ഇഷ്യൂ കൊണ്ട് വരുന്ന സബ് കൗണ്ട് ഇഷ്യൂ അത് ആണെങ്കിൽ അവർ ഫിക്സ് ചെയ്ത് തരും. ഫിക്സ് ചെയ്തെന്ന് പറഞ്ഞാൽ യൂട്യൂബിൻ്റെ സൈഡിൽ നിന്ന് അപ്ഡേഷൻ കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട സബ് കൗണ്ട് വീണ്ടും നമുക്ക് ഇൻക്രീസ് ആയി കിട്ടുന്നതായിരിക്കും. അല്ലാണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ സ്പാം, അതുപോലെ സബ് ടു സബ് ചെയ്യുമ്പോൾ ഉള്ള എറർ, അതുപോലെ ഇന്നാക്റ്റീവ് ജിമെയിൽ അക്കൗണ്ട് റിമൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇഷ്യൂ, ഇതൊന്നും അവർക്ക് സോൾവ് ചെയ്യാൻ സാധിക്കില്ല. അതൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് തന്നെ നമ്മൾ നോക്കി ചെയ്യേണ്ടതാണ്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. യൂട്യൂബ് സബ് നിങ്ങൾ കുറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ സബ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഒരാൾക്ക് സബ് ടു സബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വീഡിയോ ഒരാൾ കണ്ടു കഴിഞ്ഞ ശേഷം അത് സബ് ചെയ്ത് പോകുന്നുണ്ട്. എന്നാൽ അയാൾ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് സബ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് വീണ്ടും അൺസബ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഉറപ്പ് വരുത്തണം. അതായത് നമ്മുടെ യൂട്യൂബ് സബ്സ്ക്രൈബറിൻ്റെ ഏതൊക്കെ നെയിമാണ് നമുക്ക് ആരൊക്കെ സബ് ചെയ്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സബ്സ്ക്രൈബർ ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ആരൊക്കെ സബ് ചെയ്തിട്ടുണ്ട്, ലേറ്റസ്റ്റ് സബ് ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ നമ്മളൊരാൾക്ക് സബ് ചെയ്ത് കൊടുത്തു, അത് ഒരാളുടെ വീഡിയോ കണ്ടു കഴിഞ്ഞ ശേഷം സബ് ചെയ്ത് കൊടുത്തു. അയാൾ നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞ ശേഷം നമുക്ക് സബ് ചെയ്തു തന്നു. എന്നാൽ 1 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ വേണമെങ്കിൽ അയാൾക്ക് നമ്മുടെ ചാനൽ അൺസബ് ചെയ്യാൻ സാധിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അയാൾ സബ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് 1 മണിക്കൂർ കഴിയുമ്പോൾ വേണമെങ്കിൽ അയാൾക്ക് അൺസബ് ചെയ്ത് കളയാലോ. ഇതും ഒരു കാരണമാണ്. അതായത് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ സബ്സ്ക്രൈബർ കൗണ്ട് കുറയാനുള്ള ഒരു കാരണം തന്നെയാണിത്. പക്ഷേ അങ്ങനെ ചെയ്യണമെന്നില്ല. എന്നാലും നിങ്ങളുടെ ചാനലിലെ സബ് കൗണ്ട് കൂടാണ്ടിരിക്കാൻ വേണ്ടി മറ്റൊരാൾക്ക് അങ്ങനെ ചെയ്യാനും സാധിക്കും. പിന്നെ യൂട്യൂബ് ചാനലിൻ്റെ സബ്സ്ക്രൈബർ കൗണ്ട് കുറയുന്നതിനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. യൂട്യൂബിൻ്റെ സൈഡിൽ നിന്നും സബ്സ്ക്രൈബർ കൗണ്ട് കുറയുന്നു എന്ന് പറഞ്ഞ് നിരവധി ആളുകൾ, അതായത് നമ്മുടെ യൂട്യൂബേഴ്സ് ഒരു നിരന്തരം ഒരു 50 ആളുകളെങ്കിലും അതിൽ കൂടുതൽ ആളുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിരന്തരം നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അല്ലെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ ഇട്ടത്. കാരണം 2-3 ദിവസമായിട്ടും യൂട്യൂബ് ചാനലിൻ്റെ സബ്സ്ക്രൈബർ കൗണ്ട് വളരെ പെട്ടെന്ന് കുറയുക എന്ന് പറയുമ്പോൾ ടെൻഷൻ അടിച്ചൊന്നും ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഇഷ്യൂസൊക്കെയാണ് യൂട്യൂബിൻ്റെ സൈഡിൽ നിന്നും ടെക്നിക്കൽ ഇഷ്യൂസ് ആണെങ്കിൽ യൂട്യൂബിൻ്റെ അപ്ഡേഷൻ കഴിയുമ്പോൾ അത് നമുക്ക് ക്ലിയർ ആയി കിട്ടുന്നതായിരിക്കും. ആദ്യം പറഞ്ഞ പോലെ സ്പാം, അതുപോലെ സബ് ടു സബ് ഒക്കെ ചെയ്യുമ്പോൾ എറർ, അതുപോലെ ഇന്നാക്റ്റീവ് അക്കൗണ്ട് ജിമെയിൽ അക്കൗണ്ടൊക്കെ റിമൂവ് ചെയ്യുമ്പോൾ നമ്മുടെ സബ് കൗണ്ടൊക്കെ ഡിക്രീസ് ചെയ്യാം. ഇതൊന്നും വേറെ ആർക്കും സോൾവ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യുക, വീണ്ടും നല്ല സബ് ചാനലിലേക്ക് നല്ല രീതിയിൽ സബ് കൗണ്ട് വീണ്ടും കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ പോയ സബിനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കേണ്ടെന്ന് ആവശ്യമില്ല. ഇനിയും വരും. നിങ്ങളുടെ വീഡിയോ നല്ല കണ്ടൻറ്റ് ആണെങ്കിൽ, നിങ്ങൾക്ക് നല്ല ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് അല്ലെങ്കിൽ വ്യൂവേഴ്സിന് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിലേക്ക് സബ് കൗണ്ട് വീണ്ടും എത്തുന്നതായിരിക്കും. അപ്പോൾ 100% ഞാൻ ഉറപ്പ് പറയട്ടെ, നല്ല ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ നല്ല ടെക്നിക്കൽ പരമായിട്ടുള്ള വീഡിയോസിന് നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ താഴെ കാണുന്ന ബെൽ ഐക്കൺ ഒന്ന് ഓൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനെടുക്കുന്ന പോലത്തെ വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. പിന്നെ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ ഒരു തുടക്കക്കാരൻ്റെ ഒരു ചെറിയ ചാനലാണ്. നിങ്ങൾക്ക് യൂട്യൂബിനെ കുറിച്ചും ടെക്നിക്കൽ പരമായിട്ടുള്ള അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിനെ കുറിച്ചൊക്കെയുള്ള നിരന്തരം വീഡിയോസ്, അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ നല്ല ടിപ്പുകൾ, ട്രിക്സുകളെല്ലാം നമ്മുടെ ചാനലിലൂടെ തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിനൊപ്പം സപ്പോർട്ട് ചെയ്ത് നിൽക്കുക.